ഇനിയാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു അവസാനത്തെ വിഷയം എന്ന് പറയുന്നത്. അത് നമ്മളുടെ UK എന്ന് വരുന്നതാണ്. തൊണ്ട വരണ്ടു പോട്ടെ, സാറില്ല. അത് യു കെയിൽ വീണ്ടും നല്ല ഈമാനുള്ള 2 തീവ്രവാദികൾ പിടിച്ചു എന്നുള്ളതാണ് ഒരു വാർത്ത. അപ്പോൾ അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ആ ഒരു സംഗതി എങ്ങനെയാണ് പിടിച്ചത്, എങ്ങനെയാണ് അത് പുറത്ത് വന്നത് എന്നൊക്കെയുള്ള ആ ഒരു കഥ എപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്, അതിലാണ് ഇതിൻ്റെ ഒരു ഹീറോയിസം കിടക്കുന്നത്. അപ്പോൾ ഇതിൽ 2 UK men found guilty over terrorism plot against Jewish community. അതായത് നമ്മൾ ഒക്ടോബർ 7 സംഭവിച്ചതിന് ശേഷം 2023 ഒക്ടോബർ 7 ശേഷം വർദ്ധിച്ചു വന്ന ഒരു അവസ്ഥ, ഈ ജൂതന്മാർക്കെതിരെയുള്ള അറ്റാക്സ് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഐസിസ് പോലും ഒരു സാധനം പറഞ്ഞു വെച്ചു, ഇനി മുതൽ നമ്മളെ കാത്ത് നിൽക്കണ്ട, നിങ്ങൾ കിട്ടുന്ന സാധനമായിട്ട് ഇറങ്ങിക്കോ, ലോൺ വോൾഫ് അറ്റാക്സ് ഇറങ്ങിക്കോളൂ മക്കളെ, ഇനി നമ്മളെ സമയമായി എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചത് നമ്മൾ കണ്ടു കാണും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. ലോൺ വോൾഫ് അറ്റാക്സ് ആണ് ഇനി അവരുടെ ലക്ഷ്യമെന്ന് അവർ തന്നെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ടും അല്ലാതെയും ഇതുപോലെ ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഭാഗമായിട്ട് 2023 മുതൽ 24 ഡിസംബർ വരെ ഉള്ള ആ പീരീഡിൻ്റെ ഇടയിൽ അറ്റാക്ക് നടത്തിക്കൊണ്ട് പരമാവധി ജൂതന്മാരെ കൊന്നു തള്ളാൻ ഉള്ള ഒരു പദ്ധതി ഇട്ടു. ആരിട്ടു? ഈ 2 കാക്കമാർ. എന്താ അവരുടെ മുഖത്ത് ആ ഒരു ഈമാൻ! കൊതിയാവുന്നു. നമുക്കിങ്ങനെ താടി മീശൊന്നും വരില്ല. ഏതായാലും നമ്മളിവിടെ വെപ്പ് താടി വെച്ചിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സാരല്ല. അപ്പോൾ ഏതായാലും ഒരു മിനിറ്റ്. ഇച്ചിരി ലുക്കിന് കുറവുണ്ടാവും, എന്നാലും കാര്യമാക്കണ്ട, രസമല്ലേ നമ്മളവിടെ കളി. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഓക്കെ അല്ലേ? തൊപ്പിയും കൂടി വെക്കണം, ശരി, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് കാണും. ഇപ്പോൾ ശരിയല്ലേ? യെസ്. അപ്പോൾ ഇതാണ് കാഴ്ച. ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഈ 2 മുതലുണ്ടാക്കിയ പൊല്ലാപ്പ് പുകിൽ, ഇതാണ് നമ്മളെ കാര്യം. 2 പേരല്ല കേട്ടോ, ഒരാളും കൂടി ഉണ്ട്. ഫോട്ടോ വിട്ടുപോയതാണ് ആദ്യം. ഇയാൾക്ക് കുറച്ച് മീശ കൂടുതലാണ്, ഈമാൻ ലേശം കുറവാണെന്ന് എനിക്കൊരു സംശയം. ഈമാൻ കുറവാണെന്നല്ല, ഈ 3ാമത്തെ ആൾ എന്താണെന്നറിയോ? ഈ 3ാമത്തെ ആൾ അറസ്റ്റിലായി. എന്താ കാരണം? ഇയാൾ ടെറർ പ്ലോട്ട് ഡിസ്ക്ലോസ് ചെയ്തില്ല. ഇതിനെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞിട്ടും അയാൾ പുറത്ത് പറഞ്ഞില്ല. അതിനർത്ഥം അയാൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെന്നുള്ള, ആ ബുദ്ധിയുടെ ലക്ഷണമാണ് ആ മീശ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബുദ്ധി കൂടുന്നതിനനുസരിച്ച് താടി കുറയുകയും മീശ കൂടുകയും ചെയ്യും. ഇതാണ് നമ്മളുടെ കാക്കമാരുടെ ഒരു സ്ഥിരം പരിപാടി. ഇപ്പോൾ നമ്മൾ മുജാഹിദ് ബാലുശ്ശേരിനെയൊക്കെ കണ്ടറിയാം. ഇപ്പോൾ ഭാര്യയെ തല്ലുന്ന കാര്യമൊക്കെ പറയുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു കേട്ടിട്ടില്ലേ? WHO എന്താ പറയുന്നത്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ 2 തല്ല് കൊടുത്താലും കുഴപ്പമില്ല, അപ്പോൾ ഭാര്യമാർ നന്നാവുകയാണെങ്കിൽ അതല്ലേ നല്ലത്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി പോകില്ല എന്നാണ് ചോദിക്കണേ. ശരിയാണല്ലോ എന്ന് കാക്കമാർ പറയും. മാഷാ അല്ലാഹ് എന്ന് പറയും. പടച്ചോൻ എന്ത് നല്ല ദീർഘവീക്ഷണമുള്ള ആൾ, അൽഫഹമെന്തില്ല. ഇതാണ് അവരുടെ ബുദ്ധിയുടെ നിലവാരം. പിന്നെ നമ്മുടെ ഉണ്ണാക്കം പാസല്ലേ, നമുക്കറിയാലോ, ചന്ദ്രനെ പിളർത്തി, അതൊക്കെ അടിപൊളിയാണെന്ന് പറയുന്ന ടീമാണ്. ഇതാണ് നമ്മൾ സാധനം, ഇതാണ് കാണുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ആൾ, അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ്. ഇതിലവിടെ വായിക്കാം, വാസ് ചാർജ് വിത്ത് ഫെയിലിംഗ് ടു ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ അബൌട്ട് ആക്ട്സ് ഓഫ് ടെററിസം. ആളിത് പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ മറ്റ് 2 മണ്ടന്മാരാണ് ഈ സത്യത്തിൽ ഇതിനകത്ത് ഈ സാധനം പൊളിച്ചത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം, അതായിരിക്കും നല്ലത്. 2 men who swore allegiance to Islamic State. ഇത് കാക്കന്മാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വായിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ്, ഇതറിയണമല്ലോ. ഇതറിയാത്തതുകൊണ്ടാണ് ഈ ടെറർ അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത്. അതായത് ഇസ്ലാമിക രാജ്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇസ്ലാമിക് നിയമങ്ങൾ നടപ്പിലാക്കുക, അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിൽ രാജ്യമെന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഇസ്ലാമിക രാജ്യമാണോ അല്ലയോ എന്നുള്ളതൊരു വിഷയമേ അല്ല. ഒരു ഇമാമിൻ്റെ കീഴിലാണോ അല്ലയോ എന്നുള്ളതാണ് അവിടെ അവർ ഉറപ്പാക്കുക. അപ്പോൾ ഇവർ വരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങാടിയിലോ ഒരു ആളെ തിരഞ്ഞെടുക്കുന്നു, ഒരു ഇമാമായിട്ട് അവരവിടെ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് അയാളോട് കാര്യങ്ങൾ പറഞ്ഞ്, എന്നിട്ട് അയാൾ ഉത്തരവിടുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഇതാണ് ഇവിടെ ചെയ്തു വെക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് അവർ വരുന്ന സമയത്ത് തന്നെ അതിനോട് അലീജിയൻസ് കൊടുത്ത് ബൈഅത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില പണികളൊക്കെ എടുക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വാക്കൊക്കെ കൊടുത്തിട്ട് പോരുകയാണ്. അത് നമുക്കിവിടെ വായിക്കാം. എന്നിട്ടാണ് ഇവർ ഈ പണി ഒപ്പിക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഇവർ എടുത്തു വെക്കുന്നത് മതം തന്നെയാണ്. ഇതാണ് ഇതിൽ ഹൈലൈറ്റ്. 2 men who swore allegiance to Islamic State have been found guilty of plotting to kill as many Jewish people as they could. എത്ര ജൂതന്മാരെ കൊല്ലാൻ പറ്റും അത്രയും. In what detectives believe would have been the UK's worst terror attack if it had not been thwarted. ഇത് തടഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ UK ഹിസ്റ്ററിയിലുള്ള ഏറ്റവും വേഴ്സ്റ്റ്
ടെറർ അറ്റാക്ക് ആകുമായിരുന്നു എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ആളുകളുടെ പേര് വാലിദ് സദാവി 38 വയസ്സ് ആൻഡ് അമർ ഹുസൈൻ നമ്മുടെ പേര് കളയാൻ വേണ്ടിയിട്ട് 52 were found guilty at Preston Crown Court on Tuesday of preparing acts of terrorism between 13 December 2023 and 9 May 2024. Jurors were told they were Islamist extremists with a visceral dislike of Jewish people. ജൂതന്മാരോട് ഇത്രയും വലിയ ജ്യൂസ് കുടിക്കരുത് എന്ന് നമ്മുടെ ഉസ്താദ് പണ്ട് പറഞ്ഞു നടന്ന സാധനം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകൾ. They planned a marauding attack in Greater Manchester, at the heart of one of Europe's largest Jewish communities, having answered an Islamic State call to arms issued after the outbreak of war in Gaza. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ഗാസയിലെ യുദ്ധത്തിന് ശേഷം അതിലേക്ക് യുദ്ധം ഈ പറയുന്ന പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഐസിസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് കാണുക. ഈ താടിയൊക്കെ വെച്ച് നടക്കുന്ന സമ്മതിക്കണം കേട്ടോ, വായിൽ പണ്ടാരോ പോട്ടെ. ഇതാണ് നമ്മൾ കാണുന്നത്. Sadawi arranged for the purchase and delivery of semi-automatic rifles, conducted reconnaissance and identified targets, but the man supplying them with the weapons was an undercover operative. അങ്ങനെയാണ് ഈ സാധനം പൊളിയുന്നത്. അതായത് ഇവർ തോക്ക് ഉണ്ടാക്കാനും പിടിക്കാനൊക്കെ നടന്നു. അങ്ങനെ അതിനൊക്കെ വേണ്ടി ആളുകളെ മീറ്റ് ചെയ്ത ആൾ അണ്ടർ കവർ ഓപ്പറേറ്റീവ് ആയിരുന്നു. ദ ഓപ്പറേറ്റീവ് നോൺ ടു ദം ആസ് ഫാറൂഖ് had infiltrated jihadist social media networks and convinced Sadawi that he was a fellow extremist. ഒരു സഹ തീവ്രവാദിയാണ് എന്ന് അവനെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ടാണ് ഈ പണി ഒപ്പിച്ചത്. അങ്ങനെയാണ് പൊളിച്ചത്. Sadawi, a former Italian restaurant owner, was arrested in a police sting as he attempted to take possession of 2 assault rifles, a semi-automatic pistol and almost 200 rounds of ammunition at the car park of the Last Drop Hotel in Bolton on 8 May 2024. അങ്ങനെയാണ് ആളെ പിടിക്കുന്നത്. The Sadawi brothers, who were originally from Tunisia and had been living in the UK for several years legally തന്നെ ജീവിച്ചിരുന്ന ആളുകളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇല്ലീഗലി ഒന്നുമല്ല. ഇതുകൊണ്ടാണ് വിസ റിജക്ഷൻ ഇനിയിപ്പോൾ കാക്കമാർക്ക് നല്ലോണം വരാൻ പോകുന്നതിൻ്റെ ഒരു കാരണവും. ഓക്കെ, അപ്പം നിലവിളിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. സ്വോർ അലിജിയൻസ് ടു ഇസ്ലാമിക് സ്റ്റേറ്റ് ബിഫോർ കമ്മിങ് ടു ദ കൺട്രി. അപ്പോൾ യു കെയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവർ ഈ ടുണീഷ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിന് അവിടെ അലീജിയൻസ് പ്രഖ്യാപിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി ഹുസൈൻ, ഹു ഹാഡ് ഓൾസോ സ്വോൺ അലീജിയൻസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആൻഡ് ഈസ് അണ്ടർസ്റ്റുഡ് ടു ഹാവ് ബീൻ ലിവിങ് ഇൻ ദ UK ലീഗലി, ഹാഡ് സെർവ്ഡ് ഇൻ സദ്ദാം ഹുസൈൻസ് ആർമി. സദ്ദാം ഹുസൈൻ്റെ ആർമിയിൽ ഉണ്ടായിരുന്ന ആളും കൂടിയാണ്. വാലിദ് സദാവി had spoken of his connections to Islamic State to Farouk, telling him, I am liaising with brothers who are insiders and are operatives, and God is my witness. Allahu to, God Allah. They are not just brothers on Facebook. They worked with me 3 days and we got to know each other well, and they had to speak to 3 other people to verify me. They asked me questions about creed for 3 days and I spoke to them on the phone. Adivali. They explained to me the best method of conducting the operations. If we carry out the operation in winter, I will be a failure. Okay, it is better to carry out the operation in the summer. In the winter, everybody is at home. അപ്പോൾ ആളുകൾ കൂടുതൽ പേര് മരിക്കണമെന്നുണ്ടെങ്കിൽ അത് സമ്മറിൽ ചെയ്യണം. കാരണം വിൻ്ററിൽ മഞ്ഞുവീഴ്ചയാണ്, എല്ലാവരും വീട്ടിനകത്തായിരിക്കുന്നു. എന്തൊരു കരുതലാണെന്ന് ആലോചിച്ച് നോക്കി. After the verdicts, the Chief Constable of Greater Manchester Police, Stephen Watson, thanked officers and prosecutors for having meticulously delivered upon an operation of almost unprecedented complexity. ഒന്ന് ആലോചിക്കുക എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നമ്മുടെ ദുരന്തർ മൂവിയിൽ പറയുന്നു എന്നൊക്കെ പറയപ്പെടുന്ന പോലെ ആയിരിക്കണം. ഞാൻ കണ്ടിട്ട് പറയാം. ഇറ്റ് വാസ് ക്ലിയർ ത്രൂ ഔട്ട് ദിസ് ട്രയൽ. ഞാനൊരു സ്കിറ്റ് ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്താണ്, Day 1 ആസ് എൻ എക്സ് മുസ്ലിം ആസ് എ സ്പൈ ഇൻ പാകിസ്ഥാൻ. എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് പറയൂ കേട്ടോ, നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കും. നല്ല സ്ക്രിപ്റ്റ് അയച്ചു തന്നാൽ ഞാനത് അഭിനയിച്ച് കാണിക്കുന്നതായിരിക്കും. It was clear throughout this trial that the scale of the offenders' hatred towards our Jewish community knew no bounds. അതായത് ഈ ട്രയൽ നടക്കുന്ന വേളയിലെല്ലാം തന്നെ അവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലായ കാര്യമാണ് ഈ പറയുന്ന 2 ആളുകൾക്ക് ജൂയിഷ് കമ്മ്യൂണിറ്റിയോടുള്ള ആ ഒരു വെറുപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിന്. നോ ബൗണ്ട്സ്. All too recently in Sydney, and of course here in Manchester in October, the very week before this trial began, we have felt the devastation of terrorism
directed towards our Jewish community. A terrorist attack upon our Jewish friends and neighbors is an attack on us all and is an affront to all decent people in our country. Explain ചെയ്യുന്നില്ല. The force's assistant chief constable Robert Ports said the attack could have been the deadliest terrorist attack in UK history, and it had been necessary for the investigation to continue to the point where officers were satisfied they had enough evidence to get the most serious charges authorized. There was very real risk and danger for Farouk, നമ്മളുടെ അണ്ടർ കവർ ഓപ്പറേറ്റീവ്, അതായത് അവിടുത്തെ ഡോവൽ, who undoubtedly saved lives. He said, I cannot overemphasize his courage, bravery and professionalism in the role that he played. അപ്പോൾ ഇതൊക്കെ ഒറിജിനലി നടക്കുന്ന സാധനമാണ്. The head of the Crown Prosecution Services Special Crime and Counter-Terrorism Division, Frank Ferguson said, the investigation and prosecution deployed a highly trained witness who made sure their plot did not succeed and secured valuable evidence directly from the mouths of the terrorists. They laid bare their intention to destroy lives, their long-held attitudes and beliefs, as well as their credentials in terms of Islamic State. എല്ലാം വളരെ കൃത്യമാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഹൗ ദേ വർ കോട്ട്, അതിൻ്റെ ഒരു ഇതിനകത്തേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയെന്നുള്ളത്. വാലിദ് സദൌസ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഫീച്ചർഡ് എ ഫോട്ടോ ഓഫ് അബ്ദുൽ ഹമീദ് അബൌദ് ഹൂസ് ഓർക്കസ്ട്രേറ്റഡ് ദ പാരീസ് അറ്റാക്ക് ഇൻ നവംബർ 2015. ഇതിന് മുന്നേ യൂറോപ്പിൽ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ പറയുന്ന പാരീസ് അറ്റാക്ക്. 2015 100ഓളം ആളുകളാണെന്ന് മരിച്ചത്. അപ്പോൾ ആ ആളുടെ ഫോട്ടോ വരെ ഇദ്ദേഹത്തിൻ്റെ സാധനത്തിൽ ഫീച്ചർ ചെയ്തൊക്കെയാണ് കാണുന്നത്. ദ കോർട്ട് ഹേർഡ് ദാറ്റ് സദൌസ് Facebook account featured a profile picture of the 2015 Paris attack orchestrated Abawd. Undercover operative Farouk said he took on the persona of a supporter of the so-called Islamic State group in Arabic messages that followed with Walid Sadawi. അപ്പോൾ നമ്മളുടെ ഫാറൂഖ് ഈ അണ്ടർ കവർ ഓപ്പറേറ്റീവ് ഈ പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു ഓപ്പറേറ്റീവായിട്ട് രൂപം പ്രാപിച്ച് എന്നിട്ടാണ് ഇതിലേക്ക് പണി തുടങ്ങിയത്. ഇൻ വൺ മെസ്സേജ് വാലിദ് സദാവി സെഡ്, മേ ഗോഡ് പ്രിസർവ് യു. കാക്കമാർ ശ്രദ്ധിക്കുക എങ്ങനെയാണ് തീവ്രവാദികൾ സംസാരിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണാം. മേ ഗോഡ് പ്രിസർവ് യു. ഇതൊക്കെ ചിലപ്പോൾ മൂവിയിൽ കാണുമ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ ഹിന്ദുത്വവാദികളുടെ പ്രൊപ്പഗൻഡയാണെന്ന്. ഒറിജിനൽ സാധനമാണ്. യു നീഡ് ടു ഡു വാട്ട് ഹി ഹാഡ് ഡൺ. Make him a role model and carry out operations against the Jews and Crusaders there, and hitting them there affects them badly. Sadawi is also later said to have written, I can use a knife in the operations, but this will not be enough to take revenge. അത് പോരാ, കത്തി കൊണ്ട് കുത്തിയാൽ കൊല്ലാവുന്ന അത്ര ആളുകൾ പോരാ. Only the automatic gun. I want to kill as many as possible. പരമാവധി ആളുകൾ കൊല്ലണമെന്നുണ്ടെങ്കിൽ കത്തി പോരാ. എന്തൊരു കാൽക്കുലേഷനാണെന്ന് ആലോചിച്ച് നോക്കിയേ. തീവ്രവാദികളെ സമ്മതിക്കണം കേട്ടോ. ഈ ബുദ്ധി ഇവർ വേറെ വല്ലത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിലോ. ഐ ഹാവ് എൻ ഓവർവെമിങ് ആങ്കർ. I feel sometimes I will go out and kill them with stones. കല്ലെറിഞ്ഞ് വരെ കൊന്നേക്കാം. അങ്ങനെയാണ് വെറുപ്പിരിക്കുന്നത്. Then I say to myself, it will be a waste. I have to do many. കുറേ കാര്യങ്ങളുണ്ട്, വേണ്ട, തോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണ് തോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. പിന്നെ തോക്ക് വെച്ച് എങ്ങനെ വെടിവെക്കാന്നുള്ള നമ്മൾ കണ്ടു, കഴിഞ്ഞ ആഴ്ച സിഡ്നിയിൽ കണ്ടു. ഫാറൂഖ് റിപ്ലൈ ടു ഹിം, നൈഫ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. മോനെ, കത്തി ഒരിക്കലും, കത്തി താഴെയുള്ള കത്തിയല്ല, നമുക്ക് തോക്ക് കണ്ടുപിടിക്കാം എന്ന് ഫാറൂഖ് അവനെ കൺവിൻസ് ചെയ്തു. ഐ ഹാവ് ടു എൻഡേവർ ദ ബിഗ്ഗസ്റ്റ് നമ്പർ പോസിബിൾ. ദിസ് ഈസ് മൈ ഇൻറ്റൻഷൻ, ഗോഡ് വില്ലിങ്. ഇൻഷാല്ലാ, ഗോഡ് വില്ലിങ് എന്നാണ് ഇൻഷാല്ലാ. പ്രോസിക്യൂട്ടർ ഹർപ്രീത് സന്ധു KC asked Farouk during the trial, was this part of your persona? He replied, that's correct. ഫാറൂഖ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞ് തീവ്രവാദിയെ മൂച്ച് കയറ്റുന്നതാണ് ഈ കണ്ടത്. ദ അണ്ടർ കവർ ഓപ്പറേറ്റീവ് ഹു ഗേവ് എവിഡൻസ് സ്ക്രീൻ ഫ്രം ദ ഡിഫൻഡൻസ് ആൻഡ് ദ പബ്ലിക് ഗാലറി ആഡഡ്, ഇൻ ദിസ് എക്സാമ്പിൾ ഐ വാസ് മിററിംഗ് വാട്ട് വാലിദ് ഹാഡ് സെഡ് ടു മീ പ്രീവിയസ്ലി. ഇതിൻ്റെ രീതികൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇൻ ഓർഡർ ഫോർ മീ ടു വർക്ക് ഇൻ ദിസ് ലൈൻ ഓഫ് വർക്ക് യു ഹാവ് ടു സ്പീക്ക് എ സർട്ടൻ വേ. ഇഫ് യു ഡോണ്ട് മിറർ ഇൻ എ സർട്ടൻ വേ ദെൻ ഹി വോണ്ട് ടെൽ മീ മോർ അബൌട്ട് ഹിസ് ഇൻറ്റൻഷൻസ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പരമാവധി ഒരു തീവ്രവാദിയായ അങ്ങ് രൂപ സാദൃശ്യം മാത്രമല്ല, ഒരു എന്താണ് പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന മാതിരി ഒരവസ്ഥ നമ്മളെ ഫാറൂഖ് ചെയ്തതാണ് ഇവിടെ കാണുന്നത്. എന്തായാലും കൊള്ളാം മോനെ, പൊളിച്ചു. ഏതായാലും അതവിടെ തീർന്നു. പക്ഷേ ഇതെത്ര എണ്ണം, ഇതെന്ന് അവസാനിക്കും? ഇതാണ് നമ്മളുടെ പ്രശ്നം. ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇത് മറ്റു മതങ്ങൾക്കില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഈ ഇൻഷാല്ലാ പറഞ്ഞ്, അതല്ലെങ്കിൽ എന്താണ് സംഭവാമി യുഗേ ആ തോക്കങ്ങ് എടുക്കുക, വെടി അങ്ങോട്ട് വെക്കുക എന്ന് പറയുന്നൊരവസ്ഥ ഹിന്ദുക്കൾക്കില്ല.
ഇനി അതുമല്ല കുഞ്ഞാടെ ആ തോക്കിങ്ങെടുത്ത് നമുക്കൊരു വെടി അങ്ങ് വെച്ചേക്കാം എന്ന് പറയുന്നൊരവസ്ഥ ക്രിസ്ത്യാനികൾക്കും ഇല്ല. ഇതുള്ളത് എവിടെയാണ്? ഇൻഷാ അല്ലാ വരൂ വെടിവെക്കൂ എന്ന് പറയുന്നത് നമ്മുടെ കാക്കാമാർക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ പേപ്പട്ടി മാന്നല്ലാണ്ട് വേറെ എന്തെന്നാണ് വിളിക്കുക? നിങ്ങളൊന്ന് പറയും. ഇതാണ് നമ്മൾ ചോദിക്കണത്. പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഇതാണ് അവസ്ഥ. ഇനി ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു തെണ്ടി, ഒരു ഹിന്ദു തെണ്ടിയോ അല്ലെങ്കിൽ വല്ല ക്രിസ്ത്യൻ തെണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ വലിയ സംഭവമായിട്ട് പറഞ്ഞോളെന്നാണ് നമ്മളോട് പറയുന്നത്. സൗകര്യം ഇല്ല എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഫോക്കസ്ഡ് ആണ്. നമ്മൾ ഇതിനകത്ത് ഈ പറയുന്ന ഒരു ഗ്ലോബൽ സ്കെയിലിൽ ഒരു ഐഡിയോളജി ബേസ്ഡ് ആയിട്ട്, ഒരു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട്, ഇതുപോലെ ഇത് ഒരു ഹെയ്റ്റ് ക്രൈമിൻ്റെ ഭാഗമല്ലാതെ ഇത് വളരെ കൃത്യമായിട്ട് ഇതിനൊരു ടെംപ്ലേറ്റ് ഉണ്ട്. ഈ സാധനം അപ്ലൈ ചെയ്യുന്ന സാധനത്തെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന മറ്റ് ചൊറിയും ചൊരങ്ങും അതുപോലെ ചുമയും മറ്റേ കീഴുവായി പോകുന്നതൊന്നും ചികിത്സിക്കലല്ല നമ്മളുടെ പണി ഈ പറയുന്ന പേപ്പട്ടി വിഷബാധ ചികിത്സിക്കലാണ്. അത് ഫോക്കസ് നഷ്ടപ്പെടരുത്. പേപ്പട്ടി വിഷബാധ ഏറ്റ ആൾക്കും ചിലപ്പോൾ ചൊറിയും ചൊരങ്ങൊക്കെ ഉണ്ടായെന്ന് വരും. അത് നിങ്ങൾ ചികിത്സിക്കുക. അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ വരിക, ചികിത്സിക്കുക, പോവുക. നമ്മൾ പേപ്പട്ടി വിഷബാധ അതിൽ ഫോക്കസ്, അത് നമ്മൾ മാറ്റരുത്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഏരിയ. അതിൽ ഉറച്ചു നിൽക്കുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ അർജുനനോട് പണ്ട് പറഞ്ഞ മാതിരി, നീ ഇപ്പോൾ എന്താ കാണുന്നത്? കിളിയുടെ കണ്ണ് മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഞാൻ നോക്കുമ്പോൾ അത് മാത്രമേ കാണുള്ളൂ. ഇതാണ് നമ്മുടെ കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒന്ന് ക്ഷമി. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതാണ് ഒന്നുള്ളതൊന്ന് പറഞ്ഞിവിടെ നിർത്തുകയാണ്. ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.